പ്രേംലാല് നീണ്ട വർഷങ്ങളായി IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി കളിക്കുന്ന താരമാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മഹേന്ദ്ര സിംഗ് ധോണി. മഹേന്ദ്ര സിംഗ് ധോണി ചെന്നൈ ടീമിൽ നിന്നും പടിയിറങ്ങുന്നതിന്റെ ചില സൂചനകൾ, ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത് സംബന്ധിച്ച് നിർണായക സൂചന ചെന്നൈ ടീം മാനേജ്മെന്റ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനിയപ്പോൾ സഞ്ജു വി സാംസന്റെ സമയമായിരിക്കും ചെന്നൈ സൂപ്പർ കിങ്സിൽ എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുമോ? തുഫേൽ, ഇത് സംബന്ധിച്ചുള്ള നിർണായക സൂചന നൽകിയിരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മുഖ്യ പരിശീലകനായ ന്യൂസിലാൻഡിന്റെ സ്റ്റീഫൻ ഫ്ലെമിംഗ് ആണ്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ IPL-ന്റെ മിനി ഓപ്ഷൻ നടന്നത്. അപ്പൊ അതിന്റെ വേദിയിൽ വെച്ചാണ് സ്റ്റീഫൻ ഫ്ലെമിംഗ് ഇതേക്കുറിച്ചുള്ള ഒരു സ്ഥിരീകരണം നൽകിയത്. അപ്പൊ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, MS ധോണി അദ്ദേഹം കളമൊഴിയുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പിൻഗാമി എന്ന നിലയിലാണ് സഞ്ജു വി സാംസണെ ഞങ്ങൾ ടീമിലേക്ക് പരിഗണിക്കുന്നത്. സഞ്ജു വി സാംസണ് തീർച്ചയായിട്ടും MS ധോണിയുടെ ആ ഒരു വിടവ്, ആ ഒരു അഭാവം നികത്താൻ സാധിക്കും. കാര്യം അത്രയ്ക്ക് ലോകോത്തര നിലവാരമുള്ള ഒരു കളിക്കാരനാണ് സഞ്ജു സാംസൺ. അതുകൊണ്ട് തന്നെ ഇനി ഈ ധോണി എന്ന് പറയുന്നയാൾ ആ ഒരു 44 വയസ്സുള്ള ഇന്ത്യ കണ്ട അല്ലെങ്കിൽ ലോകം കണ്ട എക്കാലത്തെ മികച്ച ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാളായ 44 വയസ്സുള്ള ധോണി കഴിഞ്ഞ സീസണിൽ തന്റെ അവസാന കൂടിക്കാഴ്ചയിൽ അല്ലെങ്കിൽ ഈ കമന്റേറ്റർമാരുമായിട്ട് സംസാരിക്കുമല്ലോ, അതിൽ ധോണി പറഞ്ഞ വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു. കാര്യം അദ്ദേഹത്തിന് കടുത്ത നിരാശയുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണില് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല. പോയിന്റ് നിലയിൽ അവസാന സ്ഥാനക്കാരായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ്. അപ്പോ തന്റെ ടീം ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട്, ഞാൻ ഇതുകൊണ്ട് അവസാനിപ്പിക്കും എന്ന് കരുതേണ്ടതില്ല, ഒരു പക്ഷേ അടുത്ത സീസണിലും താൻ ഉണ്ടായേക്കാം എന്നൊരു തന്റെ കരിയറിന്റെ അവസാന പീരീഡിൽ കൂടിയാണ് താൻ കടന്നു പോകുന്നത് എന്നൊക്കെ ധോണി പറഞ്ഞിരുന്നു. അപ്പൊ ധോണി കൃത്യമായ ഒരു സൂചന നൽകുകയാണ്. കാര്യം നേരത്തെ തന്നെ ടീം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില സൂചനകൾ ഈ സീസണിൽ, വരാൻ പോകുന്ന IPL സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിൽ MS ധോണി ഉണ്ടാകും, പക്ഷെ അതൊരു കളിക്കാരന്റെ രൂപത്തിലായിരിക്കില്ല, ഒരു മെന്ററുടെ രൂപത്തിലായിരിക്കും എന്ന രീതിയിൽ ചില വാർത്തകൾ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ പരിക്കും ഒരു നിർണായക പ്രശ്നമാണ്. കാര്യം കാൽമുട്ടിന്റെ പരിക്ക് അദ്ദേഹത്തെ കഴിഞ്ഞ 2 സീസണുകളായി വലിയ ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ലോകോത്തര ഫിനിഷർ എന്ന രീതിയിൽ ചില മത്സരങ്ങളൊക്കെ ഒറ്റയ്ക്ക് ജയിപ്പിക്കാൻ ശേഷി, 44-ാമത്തെ വയസ്സിലും അതിനുള്ള ശേഷി ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം പലപ്പോഴും ബാറ്റിംഗ് ഓർഡറിൽ പരമാവധി താഴേക്ക് ഇറങ്ങുന്നതായിട്ട് കാണാം. കാര്യം പരമാവധി കുറച്ച് പന്തുകൾ മാത്രം നേരിട്ടാൽ മതി എന്നൊരു ചിന്തയാണ് MS ധോണി. കാരണം അദ്ദേഹത്തിന്റെ പരിക്ക് വലിയ വില്ലനാകുന്നുണ്ട്. വിക്കറ്റിന് പിന്നിൽ തന്ത്രശാലിയായ ക്യാപ്റ്റൻ എന്ന നിലയിൽ ധോണി ഇപ്പോഴും തിളങ്ങുന്നുണ്ടെങ്കിലും വിക്കറ്റിന് മുന്നിൽ ധോണി എന്ന് പറയുന്ന ഫിനിഷർ അത്രയ്ക്ക് അങ്ങ് എത്തുന്നില്ല എന്നുള്ളത് ധോണിക്കും മനസ്സിലാകുന്നുണ്ട്, അതേപോലെ ടീം മാനേജ്മെന്റിനും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ധോണിക്ക് പകരക്കാരൻ എന്നുള്ള ചിന്ത അവർ സഞ്ജു വി സാംസണിൽ എത്തിച്ചേർന്നത്. അപ്പൊ സഞ്ജു വി സാംസണിലൂടെ 2 ഓപ്ഷനാണ് അവർക്ക് കിട്ടുന്നത്. ഒന്ന്, നമ്മുടെ മുഖ്യ പരിശീലകനായ സ്റ്റീഫൻ ഫ്ലെമിംഗ് തന്നെ വിലയിരുത്തുന്നത് അവരുടെ ഓപ്പണിംഗിൽ ചില പരാധീനതകൾ ഉണ്ട്. കാരണം മുൻപ് അവരുടെ ഓപ്പണിംഗ് ജോഡികൾ എന്ന് പറയുന്നത് ഋതുരാജ് ഗെയ്ക്വാദും അതേപോലെ നമ്മുടെ ന്യൂസിലാൻഡ് താരങ്ങളായ ഒന്നെങ്കിൽ സച്ചിൻ രവീന്ദ്ര അല്ലെങ്കിൽ ഡെവൻ കോൺവേ, ഇവർ രണ്ടുപേരും ഒരു തുടർച്ചയായ ഫോമില്ലായ്മ കാണിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ കഴിഞ്ഞ സീസണിൽ ആയുഷ് മഹാത്രയെ അവർ പരീക്ഷിച്ചു, അതൊരു വിജയമായിരുന്നു. എന്നിരുന്നാലും അവരിപ്പോഴും സ്റ്റീഫൻ ഫ്ലെമിംഗ് കരുതുന്നത് ഓപ്പണിംഗിൽ ചില പോരായ്മകൾ ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പൊ സഞ്ജു വി സാംസണിലൂടെ ആ ഓപ്പണിംഗിലെ പോരായ്മകൾ പരിഹരിക്കാനും സാധിക്കും. അതേസമയം തന്നെ വിക്കറ്റിന് പിന്നിൽ ധോണി എന്ന തന്ത്രശാലിയായ ആ ഒരു ക്യാപ്റ്റന്റെ അഭാവം, ഒരു പക്ഷേ ധോണി ഇനി ഡഗ്ഔട്ടിൽ വിശ്രമിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും സ്റ്റംപിന് പിന്നിൽ ധോണിയോളം തന്നെ വലിയ ഒരു പ്രതിഭ അല്ലെങ്കിൽ അത്രയും സ്വാധീന ശക്തിയുള്ള ഒരാളെന്ന നിലയിൽ സഞ്ജു വി സാംസണ് വിക്കറ്റിന് പിന്നിൽ ഉണ്ടാകാൻ സാധിക്കും എന്നുള്ളത് കൂടി പറയുന്നു. പിന്നെ മറ്റൊരു വാർത്തകൾ വരുന്നത് ധോണി ഈ സീസണിൽ കളിക്കില്ല എന്ന് പറയുന്നതിനെ കൂടുതൽ മറ്റൊരു സാധ്യതയാണ് പറയുന്നത്. ധോണി ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഈ സീസണിൽ ഉണ്ടാകും എന്നും പറയുന്നു. കാര്യം ഇമ്പാക്ട് പ്ലെയർ എന്ന രീതിയിൽ, അതായത് വിക്കറ്റിന് പിന്നിൽ നിന്ന് ഇപ്പൊ ആദ്യം ചെന്നൈ സൂപ്പർ കിങ്സ് ബൗൾ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു വിക്കറ്റ് കീപ്പറായിട്ട് നിൽക്കാൻ സാധിക്കും. അതിനുശേഷം അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട്, ഇമ്പാക്ട് ചെയ്തുകൊണ്ട് ഒരു ബാറ്ററെ ചേസ് ചെയ്യുന്ന സമയത്ത് ഇറക്കി അതിലൊരു പരീക്ഷണത്തിന് സാധ്യതയുണ്ട്. നേരെ തിരിച്ചും ധോണി എന്ന പഴയ ഫിനിഷറെ ഉപയോഗിക്കാനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ അദ്ദേഹത്തെ ഒരു ബാറ്റർ എന്ന രീതിയിൽ, ഒരു ബോളറെ പിൻവലിച്ചുകൊണ്ട് ബാറ്റർ എന്ന രീതിയിൽ ഉൾപ്പെടുത്താനും സാധിക്കും. അങ്ങനെ ഒരു സ്ഥിരം സാന്നിധ്യം, അതായത് 40 ഓവറും ഫീൽഡിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റി പരിമിതമായ ഓവർ മാത്രം കളിക്കളത്തിൽ ഇറങ്ങുന്ന ഒരാളെന്ന നിലയ്ക്ക് MS ധോണിയെ ചുരുക്കാനും ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം കളിക്കാരൻ എന്ന നിലയിലല്ല, ഒരു മെന്റർ എന്ന രീതിയിലാണ് ടീമിൽ ഉണ്ട് എന്നുള്ള വാർത്തകൾ വരുമ്പോൾ തന്നെയും 4 കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തെ ടീം ഇപ്പോഴും നിലനിർത്തി. ഇപ്പോൾ ധോണി ഒരു അൺക്യാപ്ഡ് പ്ലെയർ ആണ്. വിരമിച്ച ഇത്രയും വർഷമായതുകൊണ്ട് തന്നെ ഒരു അൺക്യാപ്ഡ് പ്ലെയർ എന്ന നിലയിലാണ് ഇപ്പൊ ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിൽ ധോണി ഉള്ളത്. പക്ഷെ അതേസമയം
അദ്ദേഹത്തെ ഈ രീതിയിൽ ഒരു മെന്റർ എന്ന രീതിയിൽ പോലും 4 കോടി രൂപ അദ്ദേഹത്തെ സംബന്ധിച്ച് 44-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ 4 കോടി രൂപ ഒരു വലിയ തുക തന്നെയാണ്. ആ തുകയ്ക്കാണ് ഇപ്പോഴും ടീം മാനേജ്മെന്റ് അദ്ദേഹത്തെ നിലനിർത്തുന്നത്. അതേസമയം ചെന്നൈ സൂപ്പർ കിങ്സ് സ്വീകരിച്ച മറ്റൊരു തന്ത്രം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതാണ്. കാര്യം 18 കോടി രൂപ മുടക്കി അവർ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ട് സഞ്ജു വി സാംസനെ കൊണ്ടുവരുന്നു. ഒരു 19 വയസ്സുകാരനായ മറ്റൊരു വിക്കറ്റ് കീപ്പർ കാർത്തിക് ശർമ്മ എന്ന രീതിയിൽ മറ്റൊരു വിക്കറ്റ് കീപ്പറെ കൊണ്ടുവരുന്നു. ഇത് കൂടാതെ ഉർവിൽ പട്ടേൽ, കഴിഞ്ഞ സീസണിലെ കണ്ടുപിടുത്തമായ ഉർവിൽ പട്ടേലും ടീമിലുണ്ട്. അപ്പോ ഒരേ സമയം ബാറ്റിങ്ങിനും വിക്കറ്റ് കീപ്പിങ്ങിനും പ്രാപ്തരായ 3 വിക്കറ്റ് കീപ്പർമാർ ഇപ്പോഴേ ചെന്നൈ സൂപ്പർ കിങ്സിലുണ്ട്. അതിൽ ഈ സീസണിൽ മാത്രം ഏതാണ്ട് 32 കോടി 20 ലക്ഷം വിക്കറ്റ് കീപ്പർ വേണ്ടി മാത്രം ചെന്നൈ സൂപ്പർ കിങ്സ് ചെലവാക്കിയിട്ടുണ്ട്, സഞ്ജുവിന്റെ പേരിലും അതേപോലെ കാർത്തിക് ശർമ്മയുടെ പേരിലും. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് ധോണിക്ക് പിൻഗാമി ആര്, ധോണിക്ക് ബദൽ ആര് എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാകാം ഇത്രയും തുക ഈ വിക്കറ്റ് കീപ്പർമാർക്ക് വേണ്ടി മാത്രം ചെന്നൈ സൂപ്പർ കിങ്സ് ചെലവാക്കിയത് എന്നുള്ളതുകൂടി മനസ്സിലാക്കണം. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ധോണിയുടെ ആ ഒരു യുഗം കഴിയുന്നതോടുകൂടി ചെന്നൈ സൂപ്പർ കിങ്സ് മൊത്തത്തിൽ ഒരു ഫേസ് ലിഫ്റ്റിലേക്ക് പോകുന്നു. ധോണിയുടെ കീഴിൽ അത് വയസ്സന്മാരുടെ പട, അച്ഛന്മാരുടെ ആർമി, ഡാഡ്സ് ആർമി എന്നാണ് അറിയപ്പെട്ടിരുന്നതെങ്കിൽ ഇനി തൊട്ട് ചെറുപ്പക്കാരുടെ സംഘം, അതായത് 19 വയസ്സ് മുതൽ 25 വയസ്സുള്ളവരുടെ എണ്ണം ഏതാണ്ട് 8-9 പേര് ഈ ഏജ് കാറ്റഗറിയിൽ ഉണ്ട് ഇപ്പോ ചെന്നൈ സൂപ്പർ കിങ്സിൽ എന്നുള്ളതാണ്. അപ്പോ ഈ ചെറുപ്പക്കാരുടെ ഒരു നിരയെ സ്റ്റീഫൻ ഫ്ലെമിംഗ് തന്നെ പറയുന്നത് ഞങ്ങൾ വരുന്ന 6-7 വർഷം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പാണ് ഇപ്പൊ നടത്തുന്നത്, അല്ലാണ്ട് 2 വർഷത്തേക്ക് വേണ്ടിയല്ല. അപ്പൊ ആ വാക്കുകൾ വാസ്തവമാണെങ്കിൽ ഈ ചെറുപ്പക്കാരുടെ നിരയെ മോൾഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമായിരിക്കും വരുന്ന സീസൺ മുതൽ MS ധോണിക്ക് ഉണ്ടാകുക. ചിലപ്പോൾ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഋതുരാജ് ഗെയ്ക്വാദ് തന്നെയാണെങ്കിലും സഞ്ജു വി സാംസനെ നമുക്ക് ആ ഒരു പരിഗണനയിൽ കാണാവുന്നതാണ്. ഒരു പക്ഷേ ക്യാപ്റ്റൻസി ഋതുരാജ് ഗെയ്ക്വാദിൽ നിന്ന് സഞ്ജുവിലേക്ക് എത്തിയാലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഏതായാലും കാത്തിരുന്ന് കാണാം. അടുത്ത സീസണിൽ ധോണി എന്ന് പറയുന്ന നമ്മളെ ഒരു തലമുറയെ മുഴുവൻ പ്രചോദിപ്പിച്ച ഒരു ഐക്കൺ താരത്തെ നമുക്ക് മറ്റൊരു രീതിയിലായിരിക്കും ഈ വരുന്ന സീസൺ മുതൽ കാണാൻ സാധിക്കുക എന്നുള്ളത് ഉറപ്പാണ്.